എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? എന്നെ രക്ഷിക്കാതെയും എൻ്റെ ഞെരുക്കത്തിൻ്റെ വാക്കുകൾ കേൾക്കാതെയും അകന്നു നിൽക്കുന്നതെന്ത്? ഇസ്രായേലിന്റെ സ്തുതികളുമേൽ വസിക്കുന്നവനെ, നീ പരിശുദ്ധനാകുന്നുവല്ലോ. അവർ നിന്നോട് നിലവിളിച്ചു രക്ഷ പ്രാപിച്ചു. അവർ നിന്നിൽ ആശ്രയിച്ചു ലജ്ജിച്ചു പോയതുമില്ല. അടുത്ത 2 വാക്യം നമുക്ക് ഒരുമിച്ച് വാക്യം 7-8. എന്നെ കാണുന്നവരൊക്കെയും എന്നെ പരിഹസിക്കുന്നു, വ്രതരം മലർത്തി തലകുലുക്കുന്നു. യഹോവങ്കൽ നിന്നെ തന്നെ സമർപ്പിക്ക. അവനവനെ രക്ഷിക്കട്ടെ, അവനവനെ വിടുവിക്കട്ടെ. അവന് പ്രസാദമുണ്ടോ? നമ്മുടെ കരങ്ങൾ ഉയർത്തി എല്ലാ പ്രിയപ്പെട്ട ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും ദൈവസന്നിധാനത്തിലിരിക്കാം. പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ള ദൈവമക്കളുടെ കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തിയൊന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താണ്. കർത്താവിൻ്റെ ധന്യവും പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ വിശുദ്ധ പകൽക്കാലം നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാൻ, സ്തുതിപ്പാൻ ദൈവം നമ്മെ കൂട്ടിവരുത്തിയ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി നമുക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. ദിവസത്തിലായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവിൻ്റെ ദാസന്മാർക്കും എൻ്റെ പ്രത്യേക വന്ദനം അറിയിക്കുകയാണ്. പ്രിയ ജോബിനും കടന്നു വന്നിട്ടുണ്ട്. പിന്നെ ആരുണ്ട് പുതിയതായിട്ട് കടന്നു വന്ന? പ്രൈസ് ദി ലോർഡ്. ആ മോള് കടന്നു വന്നിട്ടുണ്ട് ടോൾസയിന്ന്. താങ്ക് യു. ഹല്ലേലൂയ. നിങ്ങളുടെ എല്ലാ പ്രസൻസിനായും പ്രത്യേകമായ നന്ദി അറിയിക്കുകയാണ്. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞ പോലെ ഞാനിങ്ങനെ ഒരു ചെറിയ മിഷൻ ട്രിപ്പിന് അടുത്ത ദിവസം പോവുകയാണ്. നിങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കണം. ഞാൻ ഗൾഫിലോട്ടാണ് പോകുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, എൻ്റെ സമയങ്ങൾ നല്ലതൊക്കെ ചിലവഴിച്ച് ഗൾഫിലാണ്. നിങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കണം. സ്തോത്രം. 22-ാം സങ്കീർത്തനം നമ്മുടെ സങ്കീർത്തനങ്ങളിൽ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള മനോഹരമായ ഒരു സങ്കീർത്തനമാണ് 22-ാമത്തെ സങ്കീർത്തനം. സാധാരണ കർത്താവിൻ്റെ മേശയ്ക്ക് ആ സമയത്താണ് നമ്മൾ ഈ സങ്കീർത്തനം വായിക്കുന്നത്. സമുദായ സഭകളൊക്കെ ഈ സങ്കീർത്തനം വായിക്കുന്നത് ദുഃഖവെള്ളിയാഴ്ചയാണ്. ആ കഷ്ടാനുഭവ ആഴ്ചയിൽ മാത്രമേ ഇത് വായിക്കത്തുള്ളൂ. അല്ലാത്ത സമയത്ത് ഇത് വായിക്കാൻ സമ്മതിക്കത്തില്ല. സ്തോത്രം. എന്നാൽ ഏത് സമയവും നമുക്ക് വായിച്ച് ആശ്വസിപ്പാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഒരു സങ്കീർത്തനമാണ് 22-ാം സങ്കീർത്തനം. 22-ാം സങ്കീർത്തനം ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെയാണ് അവിടെ വരച്ച് കാട്ടുന്നത്. പ്രവചനാത്മാവിൽ സങ്കീർത്തനക്കാരനായ ദാവീദ് ക്രൂസിഫൈഡ് ക്രൈസ്റ്റിനെ കുറിച്ച്, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ ആത്മാവിൽ, പരിശുദ്ധാത്മാവിൽ കണ്ടുകൊണ്ട് എഴുതിയിരിക്കുന്ന, കഷ്ടാനുഭവങ്ങളെ കണ്ടുകൊണ്ട് എഴുതിയിരിക്കുന്ന സങ്കീർത്തനം. 23-ാമത്തെ സങ്കീർത്തനം റിസറക്റ്റഡ്, സ്തോത്രം, ഉയർത്തെഴുന്നേറ്റ കർത്താവിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ 24-ാമത്തെ സങ്കീർത്തനമോ, സ്തോത്രം, രാജാവായ ക്രൈസ്റ്റ് ഇൻ കിങ്, രാജാവായ ക്രിസ്തുവിനെയാണ് ഈ സങ്കീർത്തനം കാണിക്കുന്നത്. ഈ സങ്കീർത്തനം 3 കൂടെ ചേർത്ത് പഠിക്കുന്നത് വളരെ അനുഗ്രഹമാണ്. സ്തോത്രം. 22-ാം സങ്കീർത്തനത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ എന്ന് പറഞ്ഞാൽ, സ്തോത്രം, റിജക്റ്റഡ് ഫ്രം ഫാദർ, പിതാവിൽ നിന്ന് തള്ളപ്പെട്ടവനായൊരു ക്രിസ്തുവിനെയാണ് ഇവിടെ കാണിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ 6 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഞാനിങ്ങനെ ഈ ക്ലാസ് എടുത്ത് പരിചയമുള്ളതുകൊണ്ട് എനിക്ക് ഒരാളുടെ ശ്രദ്ധ പോയാൽ എനിക്കറിയാം. നിങ്ങൾ വിചാരിക്കും ഞാൻ നിങ്ങളെ കാണുന്നു, എല്ലാവരും കാണുന്നു. 6 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ മനുഷ്യരിൽ നിന്ന് നേരിട്ട കഷ്ടാനുഭവങ്ങളെ അവിടെ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. 9 മുതൽ 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ പിശാചിനാൽ നേരിട്ട ആ ക്രൂവാലിറ്റി, ആ ക്രൂരതയാണ് ഈ സങ്കീർത്തനത്തിൽ കാണുന്നത്. 22 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ, സ്തോത്രം, ക്രൂശിൽ ജയം തന്ന കർത്താവിനെ നമുക്ക് കാണാം, ആരാധനയും കാണാം. സ്തോത്രം. അങ്ങനെ ഈ സങ്കീർത്തനം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ ഒന്നുകൂടെ പറയാം.
സ്തോത്രം. 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ, റിജക്റ്റഡ് ഫ്രം ഫാദർ, പിതാവിനാൽ തള്ളപ്പെട്ട ക്രിസ്തു. 6 മുതൽ 18 വരെ സ്തോത്രം, മനുഷ്യനാൽ പീഡിപ്പിക്കപ്പെട്ടവനായ ക്രിസ്തു. 19 മുതൽ 21 വരെ പിശാചിൽ നിന്ന് ഏറ്റ അക്രൂവാലിറ്റിയാണ് അവിടെ കാണുന്നത്. 22 മുതൽ 31 വരെ പ്രൈസ് ദി ലോർഡ്, ക്രൂശിൽ ജയം കണ്ട ക്രിസ്തുവും ആരാധനയുടെ മഹത്വം അവിടെ കാണുന്നത്. അങ്ങനെ ഡിവൈഡ് ചെയ്ത് ഈ സങ്കീർത്തനം പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഒത്തിരി അനുഗ്രഹപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ യേശുവിന് ഫ്രീ ആയിട്ട് കിട്ടിയ പല കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? പ്രൈസ് ദി ലോർഡ്. 1, യെരുശലേമിലേക്ക് യേശു യാത്ര ചെയ്യുമ്പോൾ ഒരു കഴുതയെ കിട്ടി. പ്രൈസ് ദി ലോർഡ്. വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിനെ പെസഹ ആചരിക്കുവാനായിട്ട് സ്ഥലമില്ലായിരുന്നു. ശിഷ്യന്മാരെ വിട്ടു. അപ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞു, വെള്ളം കോരിക്കൊണ്ട് വരുന്ന ഒരാളെ കാണാം, അദ്ദേഹത്തിൻ്റെ പുറകെ പോയാൽ മതി, വിരിക്കപ്പെട്ട ഒരു മാളിക മുറി കാണാം. പ്രൈസ് ദി ലോർഡ്. യേശുവിന് പ്രാർത്ഥിക്കുവാൻ സ്ഥലമില്ലായിരുന്നു. കാരണം പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ഈ നസ്രേൻ്റെ മാർഗം എന്ന് പറഞ്ഞാൽ അത്തയവാണ്. എന്നാൽ ഇന്ന് നസ്രേൻ്റെ മാർഗം കോടികൾ സമ്പാദിക്കുന്ന മാർഗം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പ്രാർത്ഥിക്കുവാൻ ഗെത്സമന തോട്ടം കിട്ടി. പ്രൈസ് ദി ലോർഡ്. യേശു ഇടയ്ക്കൊക്കെ ഗലീലയിൽ നിന്ന് യെരുശലേമിലേക്ക് വരുമ്പോൾ, ഈ ബെഥാനിയ വഴി കയറി വരുമ്പോൾ ഇടയ്ക്ക് ആഹാരം കഴിക്കാൻ എവിടെ കയറും? ലാസറിൻ്റെ വീട്ടിൽ കയറും. ഈ ലാസറിൻ്റെ വീട്ടിൽ കയറുന്ന ഒരു പ്രത്യേകതയുണ്ട്. ഈ ലാസറിനെ കൺസീവ് ആയപ്പോൾ ലാസറിൻ്റെ പിതാവ് അങ്ങ് മരിച്ചുപോയി. ലാസറിനെ ഡെലിവറി ചെയ്തപ്പോൾ അതോടുകൂടി അമ്മയും അങ്ങ് മരിച്ചുപോയി. ജോസഫിന്റെ ചരിത്രത്തിൽ നിന്നാണ് കേട്ടോ, അത് പാരമ്പര്യ ഗ്രന്ഥത്തിൽ നിന്നാണ് ഈ പറയുന്നത്. യഹൂദന് ചില അന്ധവിശ്വാസങ്ങളുണ്ട്. ഏറ്റവും അന്ധവിശ്വാസമുള്ള ഗ്രൂപ്പാണ് യഹൂദന്മാർ. നമ്മൾ വിചാരിക്കുക അവർ ഏകസത്യ ദൈവത്തെ മാത്രമേ ആരാധിക്കുള്ളൂ. അവരുടെ കൺസെപ്റ്റ് ഇങ്ങനെയാണ്: ജനനത്തിങ്കൽ അപ്പൻ മരിച്ചു, കൺസീവ് ആയപ്പോൾ ജനിച്ചപ്പോൾ അമ്മയും മരിച്ചു. ഈ കുട്ടി ഒരു ശാപം കിട്ടിയവനാ, ഈ കുടുംബം ഒരു ശാപം കിട്ടിയവനാ. അതുകൊണ്ട് എന്ത് ചെയ്തു? എല്ലാവരും ഈ കുടുംബത്തെ ഐസൊലേറ്റഡ് ആക്കി, ആരും സഹകരിക്കാതായി, അവരെ ആശ്വസിപ്പിക്കാൻ മേലാതായി. ഈ യൗവനക്കാരത്തികളെ, ഈ ലാസറിന്റെ സഹോദരിമാരെ, ഇവരെ ആരും ഒരുത്തരും കൈക്കൊള്ളത്തില്ല. സ്തോത്രം. എന്നാൽ നിങ്ങൾ നോക്കേ, യേശു അവരെ കൈവിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ലോകം മുഴുവൻ നമ്മളെ ഉപേക്ഷിച്ചാലും, സ്തോത്രം, ലോകം മുഴുവൻ നമ്മളെ ഐസൊലേറ്റഡ് ആക്കിയാലും, ഈ ആരാധനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദൂത്, സ്തോത്രം, യേശുവിന്റെ സാന്നിധ്യം എനിക്കും നിനക്കും ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ള ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം ചെയ്താണ്. സ്തോത്രം. അങ്ങനെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന് ഇങ്ങനെയൊക്കെ പലതും. നമുക്കൊരു കരം കൊടുക്കാനായിട്ട് പൈസ ഇല്ലായിരുന്നു അല്ലേ? ഗലീല കടലിൽ ഒരു മീനെ അതിനു വേണ്ടി ഒരുക്കിയിരുന്നു. എൻ്റെ ദൈവത്തിൻ്റെ പൈതൽ, ഇതിൻ്റെ മരുപ്രയാണ യാത്രയിൽ നിന്നെ ആരും കരുതുന്നില്ലായിരിക്കാം, ഒരുത്തർ പോലും ആശ്വാസം നിനക്ക് തരുന്നില്ലായിരിക്കാം, ഒരുത്തർ പോലും നിന്റെ ഹൃദയത്തിൻ്റെ നുറുക്കം യഥാർത്ഥം അറിയുന്നവരെ കാണത്തില്ല. എന്നാൽ നിന്നെ കാണുന്നൊരു ദൈവമുണ്ട്, നിന്നെ കാണുന്നൊരു ദൈവമുണ്ട്, നിന്റെ ഞെരുക്കം കാണുന്നൊരു ദൈവമുണ്ട്, നിന്റെ പ്രകൃതി കാണുന്നൊരു ദൈവമുണ്ട്, നിന്റെ അവസ്ഥ കാണുന്നൊരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ഈ പെസഹ ആചരിക്കുന്ന സമയത്ത്, സ്തോത്രം, പെസഹായ്ക്ക് വേണ്ടി ആ മാളിക മുറിയൊക്കെ റെഡിയായി. യേശു ശിഷ്യന്മാരുമായി പെസഹ ആചരിക്കാൻ ചെന്നു. കഴിഞ്ഞ ദിവസം പാസ്റ്റർ ചില ആഴ്ചകൾക്ക് മുമ്പ് ഈ പെസഹായെക്കുറിച്ച് തിരുവത്താഴ് സമയത്ത് ഒരു കാര്യം പറഞ്ഞായിരുന്നു. ഒരാടിനെ അറക്കാത്ത പെസഹയാണ് അവിടെ നടത്തിയത്. അതിൻ്റെ കാരണം എന്താണെന്നറിയാവോ? പ്രൈസ് ദി ലോർഡ്. എനിക്ക് കിട്ടാത്തൊരു പോയിന്റാണ് ഞാൻ പാസ്റ്ററിൽ നിന്ന് അത് കടമെടുത്തത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കാൽവറിയിൽ ഒരാട് അറക്കാൻ പോവുക. അവിടെ ഒരാട് അറക്കപ്പെടേണ്ട കാര്യമില്ല. അവിടെ ഞുറുക്കപ്പെട്ട അപ്പം എന്താണെന്നറിയാവോ? സ്തോത്രം,
അല്പസമയം മുതൽ കഴിയുമ്പോൾ സ്തോത്രം, ഈ അപ്പം, ഏതപ്പം? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, ഞാൻ ജീവന്റെ അപ്പമാവെന്ന് പറഞ്ഞ യേശു ക്രിസ്തു അല്പം കഴിയുമ്പോൾ അവിടെ ഉറങ്ങാൻ പോവുകയാണ്. ശിഷ്യന്മാർക്ക് നുറുക്കി കൊടുത്തതുപോലെ അവർ കാൽവറി നുറുക്കാൻ പോവുകയാ. അവിടെ ചൊരിയപ്പെട്ട രക്തമുണ്ടല്ലോ, കാൽവറി നമുക്ക് വേണ്ടി ചൊരിയുന്ന ആ രക്തത്തിന്റെ പ്രതീകമായിരുന്നു. പെസഹ കഴിഞ്ഞ് വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു നേരെ മാളികമുറിയിൽ നിന്ന് സിയോൻ കുന്നിൽ നിന്ന് നേരെ താഴോട്ടിറങ്ങി കിദ്രോന്തോട് ക്രോസ് ചെയ്തു. സ്തോത്രം. കിദ്രോന്തോട് ക്രോസ് ചെയ്യുമ്പോൾ ജോസഫസ് ചരിത്രത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഇങ്ങനെയാണ്: കിദ്രോന്തോട്ടിലെ വെള്ളം കണ്ണുനീര് പോലെ ഒഴുകുന്ന വെള്ളം ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ആ വെള്ളം റെഡ് കളർ മിക്സ് ചെയ്താണ് ഒഴുകുന്നത്. എന്താണ്? യെരൂശലേം ദേവാലയത്തിൽ 1000-10,000 പെസഹ കുഞ്ഞാടുകൾ അറക്കപ്പെടുന്നതിൻ്റെ രക്തം കൂടെ കലർന്നൊഴുകുന്നതാണ്. യേശു ഇത് കണ്ടിട്ട് ക്രോസ് ചെയ്ത് ഗെത്സമനയിലേക്ക് പോയി. സ്തോത്രം. എന്താണ് ഗെത്സമന? ആ ഗെത്സമനയുടെ ഒത്ത നടുവിക്ക് ചെല്ലുമ്പോൾ ഒരു മരച്ചക്കുണ്ട്. ആ മരച്ചക്ക്, സ്തോത്രം, അതിനകത്ത് ഒലിവുക 3 പ്രാവശ്യം ഇട്ടെങ്കിലേ ശരിയായിട്ട് അരഞ്ഞ് അതിൽ നിന്ന് എണ്ണ വേർപെടുത്തുള്ളൂ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ഗെത്സമനയിൽ നിങ്ങൾ നോക്ക്, 3 പ്രാവശ്യം അവൻ വീണ് നിലവിളിച്ചു പ്രാണവേദനയോടെ കരഞ്ഞു. യേശുവിനോട് പ്രാർത്ഥിക്കുവാൻ ഒരൊറ്റ ശിഷ്യന്മാർ അന്ന് ഉണർന്നിരുന്നില്ല. അവരെല്ലാം നിദ്ര കൊണ്ടു. ഒറ്റയ്ക്കേകനായി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു, സ്തോത്രം, ആ ഗെത്സമനയിൽ സമയം ചെലവഴിച്ചു. ഈ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററായിരുന്ന വിൻസ്റ്റൺ ചർച്ചിൽ എന്ന് പറഞ്ഞ അനുഗ്രഹിക്കപ്പെട്ട ആ പ്രൈം മിനിസ്റ്റർ എഴുതിയൊരു ബുക്കുണ്ട്, ഇൻ ദ ഗാദറിംഗ് ഓഫ് സ്ട്രോങ്. ഉരുണ്ട് കൂടുന്ന കാർമേഘങ്ങൾ. വാസ്തവത്തിൽ ദൈവമക്കളെ, ആ ഗെത്സമനയിൽ ഉരുണ്ടുകൂടുന്നൊരു കാർമേഘമായിരുന്നു. എന്താണ് ഗെത്സമന? ഒലിവിൻ്റെ കായ് ആദ്യം 1 പ്രാവശ്യം ആ മരച്ചക്കക്കൂടെ വിടും, വീണ്ടും അതെടുത്തിട്ട് ആ ചണ്ടി മുഴുവൻ എടുത്തിട്ട് വീണ്ടും വിടും. അങ്ങനെ 3 പ്രാവശ്യം അതിനകത്തോട് വിട്ട് അരഞ്ഞ് മുഴുവൻ ഓയിലും എടുക്കുന്നത് പോലെ ആ മരച്ചക്കിനകത്തൂടെ ആ ഒലിവും കയർന്നു പോലെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ഗെത്സമന തോട്ടത്തിൽ അതേ അനുഭവത്തിൽ കടന്നുപോയി. പ്രൈസ് ദി ലോർഡ്. എന്താണ് ഗെത്സമന? ഞാനത് പറഞ്ഞു നിർത്താം. ഗെത്സമന ഒറ്റപ്പെടുത്തലിന്റെ ഗെത്സമനയാ. പ്രൈസ് ദി ലോർഡ്. ഏകാന്തതയുടെ, സ്തോത്രം, ഗെത്സമനയാ. വേർപാടിന്റെ, സെപ്പറേഷന്റെ ഗെത്സമനയാ. നിരാശയുടെ, ഡിസപ്പോയിന്റിന്റെ ഗെത്സമനയാ. ഇല്ലായ്മയുടെ ഗെത്സമനയാ. അപമാനത്തിന്റെ ഗെത്സമനയാണ്. കഷ്ടതയുടെ ഗെത്സമനയാണ്. ദൈവമക്കളെ, ഞാനൊരു വിഷയം പറയട്ടെ. പലപ്പോഴും ഈ ഗെത്സമനയുടെ അനുഭവത്തിൽ കൂടെ നമ്മൾ കടന്നു പോയിട്ടില്ലേ? നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഈ ഗെത്സമനയുടെ അനുഭവത്തിൽ കൂടി, കഷ്ടതയിൽ കൂടി, അപമാനത്തിൽ കൂടി, ഏകാന്തതയിൽ കൂടി, വേർപാടിൽ കൂടി, നിരാശയിൽ കൂടി, ഇല്ലായ്മയിൽ കൂടി, കഷ്ടതയിൽ കൂടി, നിന്ദയിൽ കൂടി, പരിഹാസത്തിന്റെ അനുഭവത്തിൽ ഓർത്തോളം ദൈവവൈദ്യരെ, ഗെത്സമന നിന്റെ ജീവിതത്തിൽ അത് ദൈവത്തോട് അടുപ്പിക്കുന്നതാണ്. നസറേനായ യേശുവിന്റെ ജീവിതം ഗെത്സമനയിലെ നിരാശ കൊണ്ട് അവസാനിക്കുന്നതല്ല. സ്തോത്രം. വേർപാടിന്റെ അനുഭവത്തിൽ, നിരാശയുടെ അനുഭവത്തിൽ, കണ്ണുനീരിന്റെ അനുഭവത്തിൽ, തള്ളപ്പെട്ട അവസ്ഥയിൽ ഹല്ലേലൂയ ദൈവമേ നീ കടന്നു പോയാലും അവിടം കൊണ്ട് അവസാനിക്കുന്നതല്ല. ഗെത്സമന കൊണ്ട് അവസാനിക്കുന്നതല്ല. അരിമത്തെക്കാരന്റെ യോസേഫിന്റെ കല്ലറ കൊണ്ട് അവസാനിക്കുന്നതല്ല. 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ ശക്തിയോടെ ലോകമാക്കന്മന്റെ കിരകളെ വിറപ്പിച്ചുകൊണ്ട്, ലോക രാജ്യങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട്, അന്ധകാര ശക്തിയുടെ മേൽ ജയമെടുത്തൊരു മാർഗമുണ്ടെങ്കിൽ നമ്മുടെ യേശു ക്രിസ്തുവിന്റെ മാർഗമാ. എത്ര പേർക്ക് വിശ്വസിക്കാൻ സാധിക്കും? എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും?
ഉയർത്തെഴുന്നേറ്റ കർത്താവ്, ജയം തന്ന കർത്താവ്, സ്തോത്രം, ഹല്ലേലൂയ. അവന്റെ മാർഗത്തെ ഞാൻ പിൻപെടുന്നത്. അതുകൊണ്ട് ഗതസമനയിൽ നിരാശപ്പെടരുത്, തളർന്നു പോകരുത്, ക്ഷീണിച്ചു പോകരുത്. സ്തോത്രം, ധൈര്യമായി നിൽക്ക്, അവൻ നമുക്ക് ജയം തരും. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കിയാണ്. സ്തോത്രം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. തുടർന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കട്ടെ. വചനത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.